ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ കൂടുതൽ പരാതികൾ. പത്തനംതിട്ട CI ആയിരുന്നപ്പോൾ മധു ബാബു വീട്ടിൽ കയറിയും ലോക്കപ്പിലിട്ടും ക്രൂരമായി മർദ്ദിച്ചു എന്ന ആരോപണവുമായി അഭിഭാഷകനായ പ്രശാന്ത് വി കുറുപ്പ് രംഗത്ത്. തന്റെ 2 കർണപുടത്തിലും CI അടിച്ചു. ഇനിയും മർദ്ദിച്ചാൽ താൻ മരിച്ചു പോകുമെന്ന് കൂടെയുള്ള പോലീസുകാർ മധു ബാബുവിനോട് പറഞ്ഞു. കുടുംബ കോടതിയിൽ വിവാഹമോചന കേസ് നിൽക്കുമ്പോഴായിരുന്നു കള്ളക്കേസുകളിൽ കുടുക്കിയത് എന്നും പ്രശാന്ത് വി കുറുപ്പ് ആരോപിച്ചു. ഇത് കർണപുടവും ഇവിടാണ് ഇടിച്ചത്. പെട്ടെന്നാണ്, സഡൻ അറ്റാക്കാണ്. ഇടിയും ചുഴിയും എല്ലാം കൂടി ഒരുമിച്ചാണ്. കാരണം വിവാഹമോചന ഹർജി കോടതിയിൽ നിലനിൽക്കുന്ന അതിനകത്തൊരു 498 സ്കോപ്പില്ല. അന്നേരം 9-10 കേസോടെ ആ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ എടുത്തതിന് ശേഷം 18ാമത്തെ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങേണ്ട എനിക്കെതിരെ ഒരു പോക്സോ വകുപ്പ് പ്രകാരം ഒരു കേസ് എടുത്തു. ഒരു അഭിഭാഷകനായ എന്റെ പേരിൽ ഒരു ഭാര്യാഭർത്ത സംബന്ധമായ ഒരു തർക്കത്തിൽ ഏതാണ്ട് ഒരു 1.5 മാസം കൊണ്ട് 14 കേസുകളാണ് എടുത്തത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. പ്രവീൺ, ഈ മധു ബാബുവിനെതിരെ ഇങ്ങനെ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ പുതിയ ആരോപണം എന്താണ്? പ്രശാന്ത് വി കുറുപ്പ് എന്താണ് പറയുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ പരാതി? വിനേഷ്, മധുബാബുവിനെതിരെ തുടർച്ചയായി ഇങ്ങനെ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. 2014 മാർച്ച് 14 നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തന്റെ അനുഭവമായി പത്തനംതിട്ടയിലെ തന്നെ അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് വി കുറുപ്പ് പറയുന്നത്. അന്ന് രാത്രിയിൽ തന്റെ പത്തനംതിട്ടയിലുള്ള വീട്ടിലേക്ക് ഈ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബു വരുന്നു. കൂടെ പോലീസുകാരും ഉണ്ടായിരുന്നു. വീടിനുള്ളിൽ വെച്ച് തന്നെ ആദ്യം മർദ്ദിക്കുന്നു, പിന്നീട് നിലത്തിട്ട് ചവിട്ടുന്നു, പിന്നീട് കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഈ അഭിഭാഷകനെ എത്തിക്കുകയാണ്. കേസിനാസ്പദമായിട്ടുള്ള ഒരു പരാതി എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു വിവാഹമോചന ഹർജി അത് കുടുംബ കോടതിയിൽ ഉണ്ടായിരുന്നു. എതിർകക്ഷിയാണ് ഈ അഭിഭാഷകനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബു പത്തനംതിട്ടയിൽ അഭിഭാഷകന്റെ വീട്ടിലേക്ക് എത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും വീട്ടിൽ വെച്ച് മർദ്ദിക്കുകയും പിന്നീട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ലോക്കപ്പിലിട്ടും തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് വി കുറുപ്പ് പറയുന്നത്. 2 കർണപുടങ്ങളിലും അടിച്ചു, മുഖത്ത് ശക്തമായി അടിച്ചു, ബൂട്ടിട്ട് ചവിട്ടി, അങ്ങനെ പരിക്ക് പറ്റി. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. 3-ലധികം മാരകമായിട്ടുള്ള പരിക്കുകൾ തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് വി കുറുപ്പ് പറയുന്നത്. അന്ന് രാത്രി തന്നെ 6 കേസുകൾ, ക്രിമിനൽ കേസുകൾ തനിക്കെതിരെ ഫയൽ ചെയ്തു. പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും താൻ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള മധുബാബു, അതെ, നാം ഈ മധുബാബുവിനെതിരെയുള്ള വിവിധ പരാതികൾ പരിശോധിച്ചിരുന്നു. പക്ഷേ എല്ലാവരും പറയുന്ന ഒരു കാര്യം ക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെ ആണ് എന്നുള്ളതാണ്. അതിമാരകമായിട്ടുള്ള പരിക്കുകളും പലർക്കും ഏറ്റിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഈ പറയുന്ന പ്രസ്തുത കേസാണെങ്കിൽ പോലും അത് ഒരു വിവാഹമോചന ഹർജി കുടുംബ കോടതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എതിർകക്ഷിയിൽ നിന്നും ഒരു പരാതി ലഭിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും ചോദിക്കാതെ, അല്ലെങ്കിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നേരെ വീട്ടിലേക്ക് കടന്നു എന്ന് തന്നെ മർദ്ദിക്കുമായിരുന്നു എന്നാണ് അഭിഭാഷകൻ പ്രശാന്ത് വി കുറുപ്പ് പറയുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ മകളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മകളുടെ കാണത്തന്നെയാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിട്ടത്. ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ആദ്യം തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ തന്റെ ദേഹത്ത് 3 പരിക്കുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം പിന്നീടും ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഈ പ്രശാന്ത് വി കുറുപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം 14 ക്രിമിനൽ കേസുകൾ ഈ അഭിഭാഷകനെതിരെ, പ്രശാന്ത് വി കുറുപ്പിനെതിരെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബു രജിസ്റ്റർ ചെയ്തു. അത് പിന്നീട് ഇദ്ദേഹം നിയമ പോരാട്ടം നടത്തുകയും അതിൽ 12 കേസുകളിൽ കഴമ്പില്ല, അതായത് കള്ളക്കേസായിരുന്നു എന്ന് മേലുദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ കേസ് തള്ളിപ്പോവുകയും ചെയ്തു. ബാക്കിയുള്ള 2 കേസിലും ഇപ്പോൾ നിയമ പോരാട്ടം തുടരുകയാണ്. ഹൈക്കോടതിയെ വരെ അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് വി കുറുപ്പ് സമീപിച്ചിരുന്നു. ഏതായാലും നിയമ പോരാട്ടം താൻ തുടരുന്നു എന്ന് തന്നെയാണ് അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് വി കുറുപ്പ് വ്യക്തമാക്കുന്നത്. ഫിനിഷ്. പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.